നമസ്കാരം. ന്യൂസ് ഫോക്കസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വന്തം നാട്ടിൽ മൂക്കിൽ വിരൽ വെക്കാതെ ഒന്ന് പ്രാർത്ഥന നടത്തുവാനോ അല്ലെങ്കിൽ നടന്നു പോകാനോ കഴിയാത്ത രീതിയിൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് വേണോ അധികാരികളെ നിങ്ങൾക്ക് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാൻ? വിദൂരതയിലുള്ള മാലിന്യങ്ങൾ മുഴുവൻ ശേഖരിച്ചു കൊണ്ടുവന്ന് ജനവാസ മേഖലയിൽ കൊണ്ട് കുത്തിയിടുന്നതാണോ മാലിന്യ മുക്ത തടിക്കാട്? നിങ്ങൾ ഒളിച്ചു വെക്കുന്ന പലതും നിങ്ങൾക്ക് മുമ്പിൽ വാളായി തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഇവിടെ പൊതുജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അധികാരവർഗത്തിന്റെ കീറാമുട്ടികൾ നിങ്ങൾ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുമ്പോൾ മിണ്ടാതെ പോകുന്ന എന്താണെന്ന് അറിയുമോ സാറേ? ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ടാണ് ഈ മാലിന്യ പ്രശ്നത്തിന്റെ വിഷയം ചർച്ച ചെയ്യുന്നതിന് നമ്മോടൊപ്പം ചേരുന്നത് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവാണ്. ഏതായാലും ചർച്ചയിലേക്ക് പോവാം. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി എന്ന് പറയുന്നത് മുൻ DCC ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മുൻ ഇടമുളയ്ക്കൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇടമുളയ്ക്കൽ പഞ്ചായത്തിന്റെ ഡീലിമിറ്റേഷൻ ചെയർമാനുമായ ശ്രീ അഡ്വക്കേറ്റ് കെട്ടിടത്തിൽ സുലൈമാൻ അവറുകളാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തു. നമ്മുടെ തടിക്കാട് പ്രദേശങ്ങളിൽ വേസ്റ്റ്, ഇടമുളയ്ക്കൽ പഞ്ചായത്തിന്റെ വേസ്റ്റ് കൊണ്ടുവന്ന് കൂരയായിട്ട് ഇട്ട ശേഷം അതും മുസ്ലിം പള്ളിക്ക് സമീപമൊക്കെ കൊണ്ടിടുന്ന ഒരു അതുപോലെ അദ്ദേഹത്തിന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത്? ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ 22 വാർഡ് ഉൾപ്പെടുന്ന ഏറ്റവും ഒരു വിശാലമായ പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിലെ തടിക്കാട്ടിലെ ചന്തമുക്കിലുള്ള മുസ്ലിം ദേവാലയത്തിന്റെ അടുത്ത് കുടിയാറ്റുള്ള ക്ഷീരസംഘം തടിക്കാട്ടിന്റെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. മൃഗാശുപത്രി അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. മത്സ്യമാംസ കട അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. പരിസരത്ത് മൊത്തം തിങ്ങി നിറഞ്ഞ വീടുകളുമാണ്. അക്കൂട്ടത്തിലാണ് എന്റെ വീട്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ് ഈ ഭാഗം. ഈ സ്ഥലത്ത് പഞ്ചായത്തില് ഇവിടെ കഴിഞ്ഞ UDF ഗവൺമെന്റ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഇരുന്നപ്പോൾ ഏറ്റവും വിസ്തൃതിയുള്ള പഞ്ചായത്തിന് വിഭജിച്ച കൂട്ടത്തിൽ ഇടമുളയ്ക്കൽ പഞ്ചായത്ത് വിഭജിച്ച് തടിക്കാട് ആസ്ഥാനമായി അറക്കൽ പഞ്ചായത്ത് അനുവദിച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നതാണ്. അന്ന് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് നിശ്ചയിച്ച സ്ഥലമാണ് ഇപ്പോൾ ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ ഈ മാലിന്യം മൊത്തം കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പട്ടികൾ പെറ്റുകിടക്കുന്നു, പാമ്പുകൾ അതിനിടയുന്നു, കൊതുകുശല്യം വർദ്ധിക്കുന്നു. ഇത്രയും മാരകമായ രീതിയിലുള്ള പൊതുജനത്തിന് ശല്യമുണ്ടാകുന്ന ജനങ്ങൾക്ക് അസൗകര്യമുള്ള ഈ മാലിന്യ നിക്ഷേപം ഇവിടെ നടത്തിയിട്ടും അത് കൃത്യസമയത്ത് ഇവിടെ നീക്കം ചെയ്യുമ്പോൾ ചെയ്യുന്നില്ല. മാസങ്ങളോളമായി ഇത് ഡംപ് ചെയ്ത് കിടക്കണം. പഞ്ചായത്ത് അധികാരം മുമ്പിൽ പല പ്രാവശ്യം ഇക്കാര്യം അറിയിക്കുകയും പഞ്ചായത്തിലെ ബന്ധപ്പെട്ടപ്പോഴും ഉടനെ മാറ്റും എന്ന് പറഞ്ഞെങ്കിലും കഴിഞ്ഞ വർഷങ്ങളായി ഇതിവിടെ തന്നെ. ഇവിടെ നിന്ന് അത് നീക്കം ചെയ്യാനോ സോർട്ട് ചെയ്ത് മാറ്റാനോ ഈ സമയാസമയം ഇവിടെ നീക്കം ചെയ്യാനോ പഞ്ചായത്തിന് ബന്ധപ്പെട്ടത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ആ പഞ്ചായത്ത് സമിതിക്കെതിരെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്ത് സമിതിക്കെതിരെ തന്നെ പുള്ളി പറഞ്ഞു. പുള്ളിക്ക് നിരപരാധിയാണ്. പഞ്ചായത്തിലെ മറ്റാളുകൾ സമ്മതിക്കുന്നില്ല, നേതാക്കൾ സമ്മതിക്കുന്നില്ല, ഇവിടെ തന്നെ മാറ്റാൻ. ഇപ്പോൾ അദ്ദേഹം ഇതിനിടയ്ക്ക് വൈസ് പ്രസിഡന്റായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, ഇപ്പോഴും മെമ്പറായി തുടരുന്നു. ഇത് ബന്ധപ്പെട്ട ഈ അടുത്ത കാലത്ത് പുതിയ മൃഗാശുപത്രി കെട്ടിടം ഉദ്ഘാടന വേദിയിൽ അവിടെ നടന്നപ്പോൾ ആ വേദിയിൽ സംസാരിക്കാൻ അവസരം വന്നപ്പോൾ ഞാൻ ഇക്കാര്യം ആ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരം മുമ്പിൽ പ്രകടിപ്പിച്ചു. ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ ഒരു മെമ്പർ അവിടെ എഴുന്നേറ്റ് മറുപടി പറഞ്ഞു, ഏതാനും മാസത്തിനാകുമ്പോൾ അവിടെ നീക്കം ചെയ്യുമ്പോൾ വേറെ 50 സെന്റ് സ്ഥലം എവിടെ വാങ്ങിക്കുന്നു. 1 സെന്റ് സ്ഥലവും വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കാൻ പറ്റത്തുമില്ല. ഈ യൂസർ ഫീസ് പഞ്ചായത്തിൽ നിന്നിപ്പം വേസ്റ്റ് എടുക്കുന്ന വീടുകളിൽ നിന്നും ഒരു വീടിൽ നിന്ന് 50 രൂപയും കടകളിൽ നിന്നും 100 രൂപയും വാങ്ങുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ വേസ്റ്റ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഒരു ഓർഡർ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ മാലിന്യ പ്രശ്നത്തെ സംബന്ധിച്ച് അവിടെ ഒരു നിർദ്ദേശം പറയുകയുണ്ടായി. മാലിന്യ പ്ലാന്റ് സംഭരിക്കുന്ന പഞ്ചായത്തുകൾ വീട് തോറും കടകൾ തോറും യൂസർ ഫീസ് പിരിക്കുകയാണെങ്കിൽ ആ മാലിന്യം സംസ്കരിക്കാനുള്ള മാലിന്യ പ്ലാന്റ് നിർബന്ധമായും പഞ്ചായത്തിൽ ഉണ്ടായിരിക്കണം. മാലിന്യ പ്ലാന്റ് ഇല്ലാത്ത പഞ്ചായത്തുകൾ മാലിന്യ ഫീസ് പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശമുള്ളതാണ്. ഇത് അറിഞ്ഞോ അറിയാതെയോ ഇവരത് ശ്രദ്ധിക്കാതെ ഒരു വീട്ടിൽ നിന്നും 50 രൂപ വെച്ച് വാങ്ങിക്കുന്നു. എത്ര വീടുണ്ട് സാറേ പഞ്ചായത്ത്? വാർഡിൽ മിനിമം 400 വീടാണുള്ളത്. 22 വാർഡിലുള്ള ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ നിന്നും 400 ഗുണം 22 ആകുമ്പോൾ എത്ര വരും നിങ്ങൾ കണക്കൂട്ടണം. ഇത്രയും വീടുകളിൽ നിന്നും 50 വെച്ച് പിരിച്ചാൽ എത്ര ലക്ഷം രൂപ? അപ്പോ ഇത് എത്രയും പെട്ടെന്ന് ഈ മാലിന്യം മാറ്റാൻ ബന്ധപ്പെട്ട പഞ്ചായത്തും അധികാരികളും ശ്രമിക്കാത്ത പക്ഷം ശക്തമായ സമര പരിപാടിയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഞാനും അക്കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് മാത്രം ബന്ധപ്പെട്ട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും എല്ലാവിധ ആശംസകളും നാട്ടിലെ പൊതുപ്രവർത്തന നിലയ്ക്ക്, മുതിർന്ന കോൺഗ്രസ് എന്ന നിലയ്ക്ക് ഇനിയും വികസനങ്ങൾക്ക് ഒരുപാട് നാട്ടിലുണ്ടാകാൻ വേണ്ടി പ്രയത്നിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.